അപ്പം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ളത് 1 കപ്പ് ഷുഗർ പൗഡർ, പിന്നെ 3/4 കൊക്കോ പൗഡർ, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അരിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം. തരി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുത്തില്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ അതിനകത്തൊരു തരിതരിപ്പ് വരും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഈ പൊടിയെല്ലാം കൂടെ അരിച്ചെടുക്കുന്നത്. അപ്പം ചോക്ലേറ്റ് കുറച്ചുകൂടി സോഫ്റ്റ് ആവും, അതിനകത്ത് തരികളൊന്നും ഇല്ലാതെ ഇരിക്കും. ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത് ശരിക്കും പൊടിയാതെ കിടന്നാണ്. പൊടിഞ്ഞാണെന്നാൽ നമുക്കിതൊന്നും കൂടെ മിക്സിക്കകത്തിട്ട് അടിക്കാം. കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ചൂടായിട്ടുണ്ട്. അതിനകത്തോടെ ഞാൻ പാത്രം എടുത്ത് വെച്ചു. ഞാൻ 1/2 കപ്പ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത്ര ഞാൻ ചേർക്കുന്നില്ല. അതിൻ്റെ ഒരു കുറച്ച് ഇത്രയും ഭാഗം ഒരു 1/4 കപ്പ് ബട്ടർ ചേർക്കാണ്. കാരണം ഇതിനകത്ത് ഞാൻ ഇച്ചിരി വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്, വെള്ളമായിട്ടല്ല, അല്ലാതെ ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കട്ടായി പോകാതിരിക്കാൻ. ഇതൊന്ന് നന്നായിട്ട് ഉരുകി വരട്ടെ. ശരിക്കും ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതെ, അതൊന്ന് നന്നായിട്ട് ചൈന ഗ്രാസ് ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഞാൻ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കുറച്ചുകൂടെ ചോക്ലേറ്റ് സോഫ്റ്റ് ആവാനാണ് എനിക്ക് തോന്നി. ചൈന ഗ്രാസ് ആഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നു. ഇത് വേണ്ടാത്തവർക്ക് മാറ്റാം. പിന്നെ ചൈന ഗ്രാസ് ഫസ്റ്റ് ഉരുക്കുന്നതാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. ഇത് നന്നായിട്ട് ഉരുകി വരണം. അപ്പം എന്താ, ഇത് നന്നായിട്ടായിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ചൈന ഗ്രാസ് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഫസ്റ്റ് ചൈന ഗ്രാസ് ഉരുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാൽ ഇത്രയും ടൈം ആവില്ല. ഓക്കെ, നന്നായിട്ട് ഉരുകി വന്നിട്ട് കുറച്ചുകൂടി ഉരുകാനുണ്ട്, എന്നാലും മറ്റേത് വെച്ചിട്ടൊന്ന് ഉരുകിക്കോളും. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൈന ഗ്രാസ് ഫസ്റ്റ് ഒഴിക്കും. അപ്പം നമ്മളിങ്ങനെ പൊടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് മാത്രം അടുത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇച്ചിരി ഒരു കട്ടിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ച് ബട്ടർ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് വരുന്നത്, അതുകൊണ്ടാണ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പൊടിയൊക്കെ കട്ടയായിട്ടിരുന്നാൽ ചോക്ലേറ്റ് ചെയ്യുമ്പം കറക്റ്റ് ഫിനിഷിങ് വരില്ല. പിന്നെ ആ പൊടിയായിട്ട് തന്നെ നമ്മുടെ വായിലോട്ട് വരും. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കൂടുതൽ മുഴുവൻ ബട്ടർ ആദ്യം ആഡ് ചെയ്യാത്തതെന്താണെന്ന് വെച്ചാൽ അപ്പം ഭയങ്കര ലൂസായിപ്പോയാലും ഇത് പെട്ടെന്ന് അരിത്ത് പോകും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ടൈറ്റായിട്ട് വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം കുറച്ച് ബട്ടർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആദ്യം മതി. കാരണം ബട്ടർ ഉരുക്കാനും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണെങ്കിൽ
അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് പൊടിയും വെച്ച് ആഡ് ചെയ്തേ കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് ചെയ്താൽ ഒരിക്കലും അതിൻ്റെ ലെവൽ കറക്റ്റായി വരില്ല. നമുക്കറിയാലോ ഒരു ബാറ്റർ കറക്റ്റ് ആവുന്നത് എങ്ങനെയാണ്. അങ്ങനെ നോക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നമ്മൾ കരുതണം, അതിനുള്ളത് കരുതണം. അപ്പം നമ്മൾ പൊടി മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ടറും ആഡ് ചെയ്തു. അപ്പോൾ അത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ആ കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരികയാണ്. ഇത് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പിൽ നിന്ന് വെച്ചപ്പോൾ നമ്മളൊന്ന് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് സാധാ ഒരു ട്രേ ആണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ നന്നായിട്ട് ആ ട്രെയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് അതിൻ്റെ അകത്ത് നട്ട്സ് വെക്കണം, അതിന് വേണ്ടിയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കിയാൽ മതി. ഞാൻ 2 ലെയർ പോലെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തേക്കണം, എല്ലായിടത്തും എത്തണം. അവിടെ ബബിൾസോ അങ്ങനെ കട്ട കിട്ടിയോ അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. കറക്റ്റ് എല്ലായിടത്തും എത്തണം, എന്നാലേ അത് കറക്റ്റായിട്ട് തണുക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുകയാണ് ഞാൻ. ഫുള്ള് നമ്മളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് നട്ട്സ് അപ്പം ഞാൻ ശരിക്കും ചോപ്പ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് കഴിക്കുമ്പം നമുക്ക് ആ നട്ട്സിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ക്രിസ്പീനെസ്സും ഒക്കെ കിട്ടണമെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചോപ്പായി കിടന്ന് നമുക്ക് കിട്ടില്ല. ജസ്റ്റ് അത് ആ പൊടിയുടെ കൂടെ അങ്ങ് പോവുകയുള്ളൂ. ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കടിക്കാനൊക്കെ കിട്ടും ചോക്ലേറ്റിനകത്ത്. നമ്മൾ നട്ട്സിൻ്റെ ഡയറി നട്ട്സൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയല്ലേ കിട്ടുക. അപ്പം നമുക്ക് ഇനി ചോക്ലേറ്റ് ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് വെച്ച് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അടി ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം. കാരണം ഈ നട്ട്സ് അടി കിടക്കുന്നത് കൊണ്ട് തന്നെ അത് സ്പ്രെഡായി വരുമ്പോൾ ആ നട്ട്സ് കൂടെ മുകളിലോട്ട് വരാൻ പാടില്ല സ്പീഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ പതുക്കെ ചെയ്യണം. ഞാനിപ്പോൾ പതുക്കെയാണ് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് ചെയ്തിട്ട് കാണിക്കുകയാണ് വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം നല്ല ഫാസ്റ്റിലാണ് ഇട്ടേക്കുന്നത്, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പം നട്ട്സ് ഈ മിക്സിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മോൾഡ്. അപ്പോൾ ഇത്രേ പാടില്ല. ഇപ്പം ഇത് നടുക്ക് വരുന്നൊരു ഭംഗിയില്ലെന്ന് ഓർത്താണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ള് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഇത് ചെയ്ത പോലെ ബാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. സാധാ കത്തി വെച്ച് തന്നെയാണ് കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.